ഹലോ, ഡേ 1 ഓഫ് മൈ CHC പോസ്റ്റിംഗ് ആയിരുന്നു. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് റിലീഫ് എന്ന പോലെ ഞാൻ ഇന്ന് കാണുന്നുള്ളൂ. 9 മണിക്കായിരുന്നു ജോയിൻ ചെയ്യേണ്ടത്. 8:30 ഞാൻ അവിടെ എത്തി. കുറച്ച് അവിടെയൊക്കെ നടന്ന് കണ്ടു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ട്രാവലേ ഉള്ളൂ ഇവിടെ എത്താൻ. അങ്ങനെ ഞാൻ MOs ഒക്കെ വരുന്നതേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ള് എല്ലാം ഒന്ന് കയറി എല്ലാ MOസിൻ്റെ റൂമും ഇഞ്ചക്ഷൻ റൂമും അവിടുത്തെ ഉള്ള പരിസരവും ഒക്കെ കയറി കണ്ടു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നല്ല രസമായിരുന്നു. എനിക്ക് എന്തോ ഒരു സമാധാനം പോലായിരുന്നു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എല്ലാവർക്കും അങ്ങനെ ആണോന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ജോയിൻ ഫോമൊക്കെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എബിൻ ഒരാഴ്ച അവിടെ കയറിയിട്ട് അങ്ങനെ എബിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അടുത്ത ആൾ ആസ്റ്റിൽ വരുന്നു. അങ്ങനെ അവനുമായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ എന്നപ്പോഴത്തേക്കും നമ്മൾ റിക്വസ്റ്റ് ഫോം എന്നിട്ട് അവിടുത്തെ സാറിനെ കാണിച്ചു. സാർ ഞങ്ങൾ രണ്ടുപേർക്കും ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ടുള്ള പെർമിഷനൊക്കെ തന്നു. ഞങ്ങൾ 3 പേർക്ക് 3 MOs ആയിരുന്നു. സോ നമ്മൾ വേറെ റൂമിലാണ് വരുന്നത്. എനിക്ക് സെക്കൻഡ് റൂമാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ NCD പേഷ്യൻസിന് മന്ത്ലി ഉള്ള മെഡിസിൻസ് എഴുതുക, പിന്നെ അവിടെ ഫ്രഷ് കംപ്ലയിൻറ്റ്സ് ചോദിക്കുക, പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എഴുതുക, ഹെൽത്ത് കാർഡ് ഇഷ്യൂസ് ചെയ്യുക, ഏജ് സർട്ടിഫിക്കറ്റ്, അല്ലാണ്ടുള്ള റെഫറൽ, പിന്നെ അല്ലാതെ അൺനോൺ ബൈറ്റ്. ഇടയ്ക്കൊക്കെ ഞാൻ ഡിസ്ട്രിക്റ്റിലെ OP ചീട്ടൊക്കെ കാണുമായിരുന്നു. രജിസ്റ്റേഴ്സൊക്കെ ഫില്ല് ചെയ്യുന്നത് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ രജിസ്റ്റേഴ്സൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക, അതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി. പിന്നെ ഇടയ്ക്ക് മാഡം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, സിസ്റ്റേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് മാഡം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു, പീഡിയാട്രിക് ഡോസസ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ നേഴ്സസ് റൂമിൽ പോയി രജിസ്റ്ററൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ കാര്യങ്ങളൊക്കെ എബിൻ പറയുന്നുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 1 മണിക്ക് തന്നെ ഇറങ്ങി. അവർക്ക് കുറച്ച് ടൈം കൂടി ഉണ്ടായിരുന്നു, കാരണം അവിടെ MOs ഒന്നും പോയിട്ടില്ലായിരുന്നു. മാം നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി. ഈ തൊട്ടടുത്ത് കിടക്കുന്ന ആക്സിഡൻറ്റ് കാരണം നമ്മൾ ഡിസ്ട്രിക്റ്റിലും സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കും പാർക്കിംഗ് കിട്ടുന്നത് ഒരുമിച്ച്.